നമ്മൾ ഇപ്പോൾ കാണുന്നത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ രണ്ട് സമയങ്ങളിലായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഒന്ന്, അല്പം മുൻപ് രാജ്ഭവനിലേക്ക് പ്രതിഷേധം നടത്തുന്ന SFI പ്രവർത്തകർ SFIയുടെ പതാക ഏന്തിക്കൊണ്ട് രാജ്ഭവനിലേക്ക് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. അവിടുത്തെ പോലീസിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു SFI പ്രവർത്തകർ. ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും എന്ന പ്ലക്കാർഡുകളും ഏന്തി എന്ന വലിയ ബാനറുമായിട്ടാണ് SFIയുടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനും ഭരണഘടനയുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കാനുമാണ് ഗവർണർ പദവി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നത്. ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് SFIയുടെ ഇന്നത്തെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വാക്കൌട്ട് നടത്തുകയും ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഒരു രാജ്യസങ്കല്പത്തെയും അംഗീകരിക്കാൻ താൻ തയ്യാറാകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നിലയാണ് ഗവർണറും രാജ്ഭവനും തുടരുന്നതെങ്കിൽ സർക്കാരിന് ഔദ്യോഗിക പരിപാടികളെ രാജ്ഭവനുമായി സഹകരിക്കുന്ന കാര്യം ആലോചിക്കേണ്ടി വരും എന്ന ഒരു സമീപനവും വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ രാജ്ഭവൻ ഭാരതാംബ ചിത്രത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, പശ്ചിമ ബംഗാൾ രൂപീകരണ വാർഷികാഘോഷ പരിപാടിയിലും വരാനിരിക്കുന്ന യോഗാ ദിനാചരണത്തിലുമൊക്കെ ഭാരതാംബ ചിത്രം വെക്കാനുള്ള തീരുമാനവും രാജ്ഭവൻ എടുത്തിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അവിടെയും ഭാരതാംബ ചിത്രം കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഹിന്ദുത്വ ചിഹ്നങ്ങളെ ദേശീയ ചിഹ്നങ്ങളായി അവതരിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ പാർട്ടികൾക്കുമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFI ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനുമാണ് ഈ പ്രതിഷേധം എന്നതാണ് SFIയുടെ വാദം. അതുകൊണ്ട് തന്നെ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും എന്ന വലിയ ബാനർ ഏന്തിക്കൊണ്ടാണ് SFI പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്നത്. രാജ്ഭവന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് കടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ ബാരിക്കേഡ് നിരത്തി പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് അത് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ തൊട്ടു മുൻപേ വന്ന നിമിഷങ്ങളിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ SFI പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികളുമായി ഗവർണറോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി സ്ഥലത്തുണ്ട്, വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുമുണ്ട്. മനീഷ്, പറയൂ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രമേന്തി ഒപ്പം തന്നെ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന മുദ്രാവാക്യം ബാനറിൽ എഴുതിക്കൊണ്ടാണ് SFI പ്രവർത്തകർ നിലവിൽ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് ഉപരോധിച്ചുകൊണ്ട് രാജ്ഭവൻ ഏകദേശം 20-30 മീറ്റർ മുമ്പിൽ വെച്ച് ഉപരോധം തീർത്ത് വലിയ പ്രതിഷേധം തീർക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞത്. മുഖ്യമന്ത്രി ഗവർണറുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി P പ്രസാദ് പരിസ്ഥിതി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടി ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പക്ഷേ ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനടക്കം അതിന് മറുപടി നൽകിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പത്രസമ്മേളനം വിളിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞത് RSSന്റെ ശാഖയാക്കാൻ ഈ രാജ്ഭവനെ ശ്രമിക്കരുത് എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിന് പിന്നാലെയായിരുന്നു അടുത്ത ദിവസമായിരുന്നു മന്ത്രി V ശിവൻകുട്ടി ഈ പരിപാടി ബഹിഷ്കരിച്ചത്. അങ്ങനെ കേരളത്തിലടക്കം ഗവർണർ CPM പോര് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തർക്കം, ഒരു ആശയ സമരം ആളിക്കത്തുന്ന സാഹചര്യമാണ്. നിലവിൽ തലസ്ഥാന നഗരിയിലേക്ക് തന്നെ ഒരു വലിയ സമരം, ആശയ സമരത്തിന്റെ ഭാഗമായി തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് SFI. ഗവർണർ ഈ നീക്കത്തിൽ നിന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ വിധത്തിലുള്ള സമരമാർഗങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി SFI നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ വിദ്യാർത്ഥികളെ, അതായത് 8, 9, 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപിലേക്ക് ഭാരതാംബയെ സംബന്ധിച്ചുള്ള ചരിത്രം വളച്ചൊടിച്ചു എന്നാണ് CPMന്റെ ആരോപണം. ഇത് സംബന്ധിച്ച ഒരു ഭാരതാംബയെ, അതായത് സാരി അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ കുട്ടികൾക്ക് അറിയില്ല, ആരാണിത്, ഇത് ശാഖയിൽ കൊണ്ടുവെക്കൂ എന്നുള്ള പരസ്യമായ വിമർശനം ഗവർണർക്കെതിരെ ഉയർത്തുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറുമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദം, അതായത് മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിവസത്തിലടക്കം ഡൽഹിയിൽ അദ്ദേഹം കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിക്കുകയും മുഖ്യമന്ത്രി അസാധാരണമായി രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിക്കുന്ന അസാധാരണ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സൗഹൃദ അന്തരീക്ഷം മാറി പകരം ഗവർണർ സർക്കാർ പോര് അതിനപ്പുറത്തേക്ക് ഒരു RSS ഇടത് പാർട്ടികൾ തമ്മിലേക്കുള്ള പോരിലേക്ക് മാറുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ഇപ്പോൾ പശ്ചിമ ബംഗാളിലടക്കം
പ്രതിഷേധം ഈ രീതിയിലേക്ക് കേരള മാതൃകയിൽ ഗവർണർ ഈ രാജ്ഭവനിൽ ആ രീതിയിലേക്ക് ഭാരതാംബയെ പ്രതിഷ്ഠിക്കുക, വിളക്ക് കത്തിക്കുക, അതിന് മുൻപിലേക്ക് പുഷ്പാർച്ചന തുടങ്ങിയ നീക്കങ്ങളിലേക്ക് നീങ്ങാനാണ് RSS നിൽക്കുന്നതിന്റെ ശരി മനീഷ്, ഏതായാലും രാജ്ഭവന് മുന്നിലുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ആ പ്രതിഷേധം അവിടെ തുടരുകയാണ്. രാജ്ഭവന് മുന്നിലുള്ള പ്രധാനപ്പെട്ട റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഭരണഘടന ഗവർണറെ പഠിപ്പിക്കും എന്ന വലിയ പ്ലക്കാർഡുകളും ഏന്തിയിട്ടുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു രാജ്ഭവന് മുന്നിൽ നിന്ന്.